ഹലോ ഗെയ്സ്, നമുക്കിന്നേ കുറച്ച് നാടൻ വിഭവങ്ങളുമായി വന്നിട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഉണ്ടാക്കിയ ഓരോ പാചകത്തിൻ്റെ റെസിപ്പി ആട്ടോ വന്നിട്ടെടുക്കണേ. ഇത് രാവിലെ കലക്കി തൂത്ത അപ്പം ഇട്ടിട്ട് ഉണ്ടാക്കിയത്. കലക്കി പാർന്ന അപ്പം എന്ന് പറയും, കലക്കി ഒഴിച്ച അപ്പം എന്നും പറയും. ഇതിന് കുറച്ച് പച്ചരി രാത്രി നിങ്ങൾ വെള്ളത്തിലിട്ടിട്ടേ രാവിലെ നന്നായി അരച്ചിട്ടേ ഒന്ന് ലൂസാക്കിയിട്ട് വെള്ളം അരച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. കഴിക്കാനും നല്ലതാണ്. ഇതിൽ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടാൽ അതിലേറെ ടേസ്റ്റ് കേട്ടോ. ചട്ടിനി ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. ഞാൻ അപ്പോൾ തേങ്ങയൊന്നും ചിരകിട്ടിട്ടില്ല, ഞാൻ ചട്ടിനി ഉണ്ടാക്കിയത്. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടേ നന്നായി ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കിയിട്ട് ഇതൊക്കെ കുറച്ച് കൂടുതൽ അധികം കേട്ടോ. കുറച്ചുകൂടിയും വെള്ളം ഒഴിക്കണം ഇതിൽ. വെള്ളം അധികം ആകാനും പറ്റില്ല, എന്നാലും കുറച്ച് ലൂസാവണം. അപ്പോഴേ ഇത് കട്ടി കുറച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഗെയ്സ് നമ്മുടെ പൊടിയൊക്കെ നല്ലോണം ഇളക്കി ഉപ്പൊക്കെ ഇട്ടിട്ടേ നമുക്കൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെക്കട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കി വെക്കൊണ്ടു, അപ്പോഴാണ് നല്ല നേരം. എന്നിട്ട് നല്ലെണ്ണ പുരട്ടിയിട്ടേ നമുക്കൊന്ന് കലക്കി ഒഴിച്ച് കണ്ട് അപ്പം ഉണ്ടാക്കാം. ചട്ടിയിൽ നിന്നൊക്കെ എളുപ്പം കിട്ടുട്ടത്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു പാകം. നമുക്കിതൊന്ന് ഒഴിച്ച് നോക്കാം. ഇത് കുറച്ച് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. വല്ലാതെ വെള്ളം ഒഴിച്ചാൽ ഒട്ടിപ്പിടിച്ചാൽ കിട്ടൂല. ഒരു പാകത്തെ ഇതൊന്നും കൂടി കുറച്ച് കട്ടി അധികം കേട്ടോ. ഒന്നുകൂടി വെള്ളം ഒഴിച്ചാൽ മതി. അടുത്ത അപ്പം ഒന്നുകൂടി ശരിയാവുണ്ടാവും. അങ്ങനെ ഗെയ്സ് നമ്മുടെ അപ്പച്ചാട്ടിയിൽ അപ്പൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് കേട്ടോ. എളുപ്പത്തിന് ഉണ്ടാക്കണം. നമുക്ക് വേണമെങ്കിൽ മറിച്ചിട്ടോളിയും, മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ ഭാഗം ശരിക്കും വെന്തിരാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ആദ്യത്തെ അപ്പൊക്കെ ചുട്ടിട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് അയച്ചിട്ട് ചുട്ടോക്കാം. അപ്പോൾ ഒന്നുകൂടി കനല്ലാതെ വരും കേട്ടോ. ഉള്ളിപ്പാട് പോലെയൊക്കെ അറിയാപ്പം, കട്ടി കുറഞ്ഞ അപ്പക്കാരം. ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നമുക്ക് അടുത്ത അപ്പേ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് പാർന്ന് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് അല്ലേ, ഇത് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടോ. ഒന്നുകൂടി ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒഴിച്ച് നോക്കാം. ഇതൊന്നും കൂടി കട്ടി കുറഞ്ഞിട്ട് മൂന്നാമത്തെ അപ്പത്തിലേ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഞാൻ ഒന്നും കൂടി അയച്ചു. അപ്പോൾ ഒന്നുകൂടിയും കട്ടി കുറഞ്ഞു. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റേക്ക്. മറ്റവും കുഴപ്പമൊന്നുമില്ല. ഒന്ന് കട്ടി കുറയുന്നിടത്തോളം കഴിക്കാൻ ടേസ്റ്റ് കൂട്ടും. അങ്ങനെ ഗെയ്സ് നമ്മൾ അപ്പമൊക്കെ ചുട്ടുകാണ് നമ്മൾ വരുന്നുണ്ട്. ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നല്ലോണം നേരായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ദോശയൊക്കെ തിന്ന് കഴിച്ചുകാണ്ടേ മടുക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ലൊരു ടേസ്റ്റാണ് രാവിലെ. എന്നാൽ ഗെയ്സ് നമുക്ക് അടുത്ത് പെരിയാൾ ഉച്ചാമ്പത്തിലെ പരിപാടി നോക്കട്ടോ. ഞാൻ ചേന കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. ചേനയൊക്കെ നുറുക്കി കഴുകി കൊട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക്, അല്പം മഞ്ഞൾ, കുറച്ച് മുളകും പൊടി, പാകത്തിന് വെള്ളം ഒഴിച്ച്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പിടുക. ചില ചേന വേഗം വേഗുന്നുണ്ടാവും, ചിലത് വേഗുന്നുണ്ടാവില്ല. അത് നോക്കാം, നമുക്ക് വേഗം എങ്ങനെയും നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ആദ്യം വേവിച്ച് നോക്കുക. പിന്നെ നമുക്ക് വേണില്ല ഈ വെള്ളം ചൂടാക്കിയാണ്ട് ഒഴിച്ച് നോക്കണ്ട. പച്ചവെള്ളം ഒഴിച്ച് നോക്കിയത് കല്ലൊക്കെ. അങ്ങനെ ഗെയ്സ് നമ്മുടെ ചേനപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചു. അതൊക്കെ തിളച്ച് തരട്ടെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ. കറി ഇപ്പോൾ ചേമ്പും കുമ്പളങ്ങയും കൂടി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചേമ്പും കുമ്പളങ്ങയും നിങ്ങൾ കറി വെച്ച് നോക്കിയും ഭയങ്കര ടേസ്റ്റാണ്. ആ ചേനയൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. കറിക്കില്ലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചേന വെന്തിട്ട് നമുക്കവിടെ കറി തീമക്കാം. അങ്ങനെ ഗെയ്സ് നമ്മുടെ ചേനയൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നല്ല എളുപ്പം വീണ ചേനയാണ്. ഇനി നമുക്കൊരു സവാള വയറ്റിയേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഞാൻ ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ തിരക്കൂടാണ്. അപ്പോൾ അവർക്ക് ഉപ്പേരി കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഉള്ളി വാട്ടി ചെറിയ ഉള്ളി സവാളയല്ല അരിയാണ് എളുപ്പം. മറ്റേ തൊലിച്ചാൻ കുത്തിരിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കിയാലും രസമാണ് കേട്ടോ. കുറച്ച് വേപ്പിനെല്ലാം ഈ വറ്റൽമുളകൊക്കെ ഇട്ട് നോക്കി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. വറ്റൽമുളക് കുട്ടികൾക്ക് എരിവ് തീരെ പറ്റില്ല. അപ്പം ഞാൻ മുളക് വല്ലതും ഇട്ടിട്ടില്ല. പച്ചമുളക് ഓൾറെഡി അതിൽ ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഗെയ്സ് നമ്മുടെ ചേനപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേനപ്പേരി റെഡിയായി അടിപൊളിയായിട്ട് വന്നിട്ട് ഒന്ന് എണ്ണയിൽ കടന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ. ഒരു ചെറിയ തീയിലൊന്ന് മുരിച്ചെടുത്താൽ മതി കേട്ടോ.
അങ്ങനെ നമ്മുടെ ചേനപ്പേരിയും റെഡിയായി. നമുക്ക് കുമ്പളങ്ങി ചെറിയ പൊട്ട് കറി ഉണ്ടാക്കട്ടോ, മോരൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചെറിയമ്പും കുമ്പളങ്ങിയിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കി നോക്കി, നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ചേനപ്പേരൊക്കെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുമാണ്, കാണാനും കഴിക്കാനും നല്ലതാണ്. അങ്ങനെ ഗെയ്സ് നമ്മുടെ കുമ്പളങ്ങി ചെറിയ ചേമ്പും 4 പച്ചമുളകും കുക്കറിലിട്ട് കൊടുക്കാം. കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളം. മുളകും പൊടി ആവശ്യമില്ല കേട്ടോ, മോരൊക്കെ ഒഴിക്കണമല്ലേ. അങ്ങനെ നമ്മളെ ചേമ്പും കറി അടുപ്പത്ത് വെച്ച് ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് ചേമ്പും കറി അടുപ്പത്ത് വെച്ചു. ചേമ്പും കറിയൊക്കെ അടുപ്പത്ത് വെച്ച് വിസിൽ വന്നിട്ട് വെന്തുക്കണം. തുറന്ന് നോക്കി മോരൊഴിച്ച് കൊടുത്തു. വീട്ടിലുണ്ടാക്കിയ മോരാട്ടോ, നല്ല പുളി, പാകത്തെ പുളിയിലെ മോരാണ്. മോര് ഒഴിച്ചു കൊടുത്തു. ഒരു മുറി തേങ്ങയും ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇതൊക്കെ കൂടി അരച്ചതാണ്, അതും അതിക്ക് ഒഴിച്ച് കൊടുത്തു. അത് നന്നായി തിളച്ച് വരുമ്പോഴേ നമുക്കൊന്ന് താളിച്ചെടുക്കാം. അത്ര പണിയുള്ളത് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ കറി പൊളിയാട്ടോ, നല്ല രസമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര രസമാണ്. ചേമ്പൊക്കെ ഉണ്ടാകുമ്പോഴേ നല്ല കൊഴുപ്പുണ്ടാവും. അങ്ങനെ എണ്ണ വെച്ച് കുറച്ച് കടുകൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോഴേ കറിവേപ്പില ഇട്ടിട്ട്, കറിവേപ്പില എൻ്റെ അടുത്തില്ല അപ്പം ഇട്ടിട്ടില്ല, വറ്റൽമുളകും വേണമെങ്കിൽ കേട്ടോ. അടുത്തെടുത്തു. അപ്പോൾ നമ്മൾ ചേമ്പും കറി റെഡിയായി. ഇനി നമുക്ക് ചാമ്പത്തെ മീനുണ്ട് പൊരിക്കാൻ, കിളിമീനുണ്ട് ഇവിടെ, അത് കുറച്ച് പൊരിച്ച ഉച്ചാമ്പത്തൊക്കെ റെഡി ആയിട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ചോറ്, ലാസ്റ്റാണ് ചോറ് വെക്കാറ് കേട്ടോ. കുക്കറിൽ വിസിൽ വന്നാൽ ചോറ് വന്നു. അങ്ങനെ ചേമ്പും കുമ്പളങ്ങിയിലെ കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കൊഴുപ്പുണ്ടാവും, കഴിക്കാൻ നല്ല. ചോറിലൊക്കെ ഒഴിച്ചാലേ അത് മാത്രം മതി ചോറ് കഴിക്കാൻ. നല്ല കാണുന്ന പോലെ തന്നെയാണ്, കഴിക്കാനും നല്ലതാണ്. അങ്ങനെ കുമ്പളങ്ങ കറിയൊക്കെ റെഡിയായി കൂട്ടുകാരെ. ഇനി നമുക്കേ കിളിമീനുണ്ട് അരവൊക്കെ തേച്ചത്, അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഉച്ചാമ്പത്തെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇത്രയേ ഉള്ളൂ ഉച്ചാമ്പത്തിന് കൂട്ടാൻ. ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ പപ്പടം പൊരിച്ചാണെങ്കിൽ പൊരിച്ചാൽ, ഞാൻ ഇപ്പോൾ പൊരിച്ചിട്ടില്ല. അങ്ങനെ ഗെയ്സ് നമ്മളെ കിളിമീനൊക്കെ പൊരിച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. ഈ മീൻ ചെറിയ മീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വരട്ടാനും കറി വെക്കാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ പൊരിച്ചാൽ തന്നെ കിട്ടും. കുറച്ച് മുള്ളൊക്കെ ഉണ്ടാവും ഇതിന്, പക്ഷേ ഇതിൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രഷ് മീനാക്കാരം കിളിമീൻ. നന്നാക്കാൻ കുറച്ച് പ്രയാസമാണ്, കയ്യും മുള്ള കൊത്തും. അങ്ങനെ ഗേസ് നമ്മൾ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഉച്ചമ്പത്തൊക്കെ റെഡി ആയിട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണേ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ കമൻസ് അറിയിക്കണേ. അങ്ങനെ 4 മണിയായി, കുട്ടികളൊക്കെ സ്കൂളിൽ തരാനായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കൊരു കടി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഒരു മുട്ട പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് പഞ്ചസാരയും പാലും ഒഴിച്ചിട്ടേ ബ്രെഡൊന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി. എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് പാലും പഞ്ചസാരയും മുട്ടയും ഉണ്ടായാൽ മതി. ബ്രെഡ് ഒന്നിനെ പൊരിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പൊരിച്ചാൽ അടിപൊളി ടേസ്റ്റൊക്കെ ചായക്ക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടും. 2 ഏലക്കായും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗേസ് ചട്ടി വെച്ച് നമ്മൾ ഇത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടേ ബ്രെഡ് ചെറിയ തീയിൽ അപ്പുറം മറിച്ചിട്ട് അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കട്ടോ. അങ്ങനെ ഗേസ് നമ്മൾ ബ്രെഡും പൊരിച്ച് റെഡിയായി. ബ്രെഡൊക്കെ പൊരിച്ചെടുക്കട്ടോ. നടുകൾ മുറിഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. മുറിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ്, മുറിച്ച് പൊരിച്ചാലും രസം തന്നെയാണ്. നടുവിലൊന്ന് കട്ട് ചെയ്ത് ഷേപ്പിലൊക്കെ ആക്കി പൊരിച്ചാലും നല്ല രസം തന്നെയാണ്. ഇപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ പൊരിച്ചു. ചെരിയുമ്പോഴത്തേനുള്ള കടികളൊക്കെ ശരിയായി. കുട്ടികളൊക്കെ സ്കൂളിൽ വരാനായിട്ടോ. കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് ബ്രെഡ് പൊരിച്ച്, പാലും കഴിക്കും അതിൻ്റെ കൂടെ. ബ്രെഡ് ഉണ്ടെങ്കിൽ മുമ്പ് പാല് കഴിക്കും. അങ്ങനെ ബ്രെഡൊക്കെ ചെറിയ തീയിലിങ്ങനെ വെച്ചിട്ടേ മറിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. വല്ലാതെ തീ കൂട്ടിയൊക്കെ കരിഞ്ഞു പോകും. നല്ല സോഫ്റ്റാക്കാൻ എടുത്ത് കഴിക്കാൻ. ബ്രെഡ് കൊണ്ട് നമ്മൾ പല റെസിപ്പികളും ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കാൻ എളുപ്പം. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയാണ്, ടേസ്റ്റാണ് ചായക്കോ കഴിക്കാൻ.
മറിച്ചിട്ടല്ലേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു, നന്ദി, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഫോർ വാച്ച്.